ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും, എനിക്കും മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഷോപ്പിങ്ങിന് പോകാമെന്നുള്ളത്. അപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഒക്കേഷൻ കിട്ടുമ്പോഴത്തേ നമ്മൾ നോക്കിയിരിക്കും അല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുതിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴത്തേനും ഞാൻ അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയത്. കാരണം വർഷത്തിലൊരിക്കലായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, അല്ലെ സാരി എടുക്കാൻ പോകുന്നു. അന്നൊന്നും ഇതുപോലെ ഒത്തിരി അങ്ങ് അവൈലബിൾ അല്ല കടകൾ, വെറൈറ്റി സ്റ്റൈൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ അന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്നുമില്ലായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒരു ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അത് ഞാൻ തിരുവല്ലായിൽ താമസിക്കുമ്പോൾ ഞാനും അമ്മയും കൂടെ ബസ്സിലാണ് കോട്ടയത്ത് പോയി. അന്ന് അയ്യപ്പാസ അങ്ങനെയുള്ള കടകളിൽ നിന്നൊക്കെ ആയിരിക്കും ഒരു ഉടുപ്പ് എടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാനതങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ പോകുന്നവർക്ക് ശരിക്കും കുറച്ച് കാര്യങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ പലരെയും ശ്രദ്ധിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും വലിയ ഡ്രസ്സുകൾ നല്ല രീതിയിൽ ഇടണം, അതായത് ഡ്രസ്സ് ഇടുക എന്നുള്ളതല്ലാതെ അത് ഭയങ്കര മാച്ചിങ് ആയിരിക്കണം, കളർ ഭയങ്കര വെറൈറ്റി ആയിരിക്കണം, അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും അത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അത് ഡ്രസ്സിൻ്റെ വില കൂടിയതോ ഒന്നുമല്ല കാര്യം. നമ്മൾ വില കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും അത് നല്ല രീതിയിൽ നല്ല മാച്ച് ചെയ്തിടണം. പിന്നെ അതിന് ചേരുന്ന ഷൂസോ ചെരുപ്പോ ബാഗോ അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ ഡ്രസ്സ് നല്ലതായിരിക്കണം. ഇപ്പോൾ സ്കേർട്ടും ടോപ്പും ആണ്, അത് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് വേറെ ഒരു സബ്ജക്റ്റ്. ഇന്നിപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അതായത് ഒരുപാട് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, പക്ഷെ അത് തീരെ അതിനെപ്പറ്റി ബോധേഡ് അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ പോയിൻറ്റ്സ് എൻ്റെ ഡയറിയിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കി പറയുന്നില്ല എന്തായാലും, എന്നാലും ഇടയ്ക്ക് ഞാനത് നോക്കും. അപ്പം ഫസ്റ്റ് നമുക്ക് സാരിയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ സാരി എന്ന് പറയുമ്പം ആക്ച്വലി എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സാണ് സാരി. കാരണം ഞാൻ സാരിയിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷെ എല്ലാം സാരി ഉടുക്കുന്നത് കണ്ട് നല്ല രീതിയിൽ സാരി ഉടുക്കുന്നവർ, അല്ലെ ഇപ്പം ചിലർക്കുണ്ടല്ലോ നല്ലതായിട്ട് സാരി ഉടുക്കാൻ അറിയാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ സാരി ഉടുക്കുക, അങ്ങനത്തെ സാരിക്കാർ കുറേ പേരുണ്ടല്ലോ. അവരെ എനിക്കിഷ്ടമാണ്. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമില്ലെന്നുള്ളൂ. മേ ബി അതിൻ്റെ വലിയ പരിചയം ഇല്ലാഞ്ഞിട്ടായിരിക്കും. അപ്പം എനിവേ സാരി ഉടുക്കാം, അല്ലെ സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പം എന്തൊക്കെ ചിന്തിക്കണം, പിന്നെ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ആലോചിച്ച് വെക്കണം, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാരി എടുക്കാൻ പോകുമ്പം നമ്മൾ ഒക്കേഷൻ ഏതാണെന്നനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്. ആ ഒക്കേഷനിൽ ഏറ്റവും വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവുക. അപ്പം നമ്മളിപ്പം നമുക്കിനിവേ കുറേ കളക്ഷൻ നമ്മുടെ കയ്യിൽ കാണും, സാരിയുടെ കുറേ കളക്ഷൻ കാണും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചില സാരികൾ, ഇപ്പം നമ്മൾ കല്യാണത്തിന് എടുത്ത സാരി, അത് നമ്മൾ എടുത്ത് അങ്ങനെ നമ്മൾ കളയാൻ പോകുന്നില്ല, അത് ആർക്ക് കൊടുക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ അതെങ്ങനെ നല്ലതായിട്ട് റീയൂസ് ചെയ്യാം, അതിനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വേറെ രീതിയിലുള്ളൊരു ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ വേറെ കളറിലുള്ള, അതായത് ഇപ്പോൾ ചിലത് അന്നത്തെ ഷോർട്ട് സ്ലീവ് ആണെങ്കിൽ നമുക്കൊരു 3/4 സ്ലീവ് ഇട്ട് ബ്ലൗസ് ചെയ്യാം, അല്ലെങ്കിൽ കളറ് മാറ്റി വേറെ ബ്ലൗസ് അതിന് ഇടാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഒരു ഇത് സാരിക്ക് കൊണ്ടുവരാൻ പറ്റും, ബ്ലൗസുകൾ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോകുമ്പം ഇതേപോലുള്ള സാരികൾ, ഇപ്പോൾ വില കുറഞ്ഞ സാരികൾ കുറേ നമുക്കുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇതേപോലുള്ള സാരികൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കളക്ഷനിലുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം ചിലപ്പം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമ്മൾ പിന്നെയും പോയി നമ്മൾ അത് തന്നെ വാങ്ങും. കാരണം നമ്മളിപ്പോൾ ഒരു കടയിൽ പോയാൽ നമ്മൾ ആദ്യം നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് അങ്ങനത്തെ ആ ഒരു, ഫോർ എക്സാമ്പിൾ എനിക്കൊരു ബ്ലൂ കളർ ഇഷ്ടമാണ്, ഞാൻ എവിടെ ചെന്നാലും ആ ബ്ലൂ കളറായിരിക്കും ആദ്യം നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അതങ്ങ് എടുക്കും. പക്ഷേ ആ ബ്ലൂ കളറിൻ്റെ അതേപോലുള്ള സാരി ഉണ്ടോ, അല്ലെ അതിൻ്റെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്,
ഒരേ കളറായിരിക്കും. പല ഇപ്പോൾ ഡ്രസ്സ് ചുരിദാർ എന്ന് പറഞ്ഞാൽ ബ്ലൂവിൻ്റെ തന്നെ ഇച്ചിരി ഇച്ചിരി ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും അവർക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിടുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു വെറൈറ്റി ഒന്നും തോന്നാറില്ല. നമ്മുടെ കോൺഫിഡൻസും ഉണ്ട്, കാണുന്നവർക്ക് അത് തോന്നുന്നതും ഉണ്ട് അതിനകത്തല്ലേ. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഇത് നേരത്തെ ഇട്ടതാണോ എന്ന് തോന്നിപ്പിക്കുന്ന പോലുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളർ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. പിന്നെ നല്ല ബ്ലൗസ് ഇട്ട് വേണം. അതായത് ഒരു നല്ല സാരിയാണ്, പക്ഷെ തീരെ മാച്ച് ചെയ്യാത്തതോ തീരെ വില കുറഞ്ഞതോ അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി വർക്കുള്ള സാരിയാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സാരിയാണ്, അതിന് നല്ല രീതിയിലുള്ള ഒരു ബ്ലൗസ് തന്നെ എടുക്കണം. പിന്നെന്താണ്, പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലൈറ്റ് കളർ സാരി ഇടുവാണ്, അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു റെഡ് കളറിലെ അണ്ടർ സ്കേർട്ട് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ അണ്ടർ സ്കേർട്ട് നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ ഒരു സാരി ഉള്ളവർക്ക് തീർച്ചയായിട്ടും, അതായത് സാരികൾ സ്ഥിരമായിട്ട് ഉടുക്കുന്നവർക്ക് അതിന് ചേരുന്നതായിട്ടുള്ള അടിയിലിടുന്ന സ്കേർട്ടുകൾ അതൊക്കെ ഒരു നോക്കിയും കണ്ടും എടുത്ത് വയ്ക്കണം. കാരണം ലൈറ്റ് കളേഴ്സാണ് അതിന് ചേരുന്നത്. ഈവൻ ലൈറ്റ് കളേഴ്സ് തന്നെ ചിലതിൻ്റെ അടിയിൽ ചിലതിട്ടാൽ കൊള്ളത്തില്ല. ഇപ്പോൾ ഒരു ലൈറ്റ് എന്താ പറയുക, ഒരു ഗ്രീൻ കളറാണെങ്കിൽ അതിനകത്തൊരു ലൈറ്റ് പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അടിയിൽ കൂടെ കാണാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെയാണ് ഒരു സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുതിയ സാരി വാങ്ങിക്കണം. അപ്പം തന്നെ നമ്മൾ വാങ്ങിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിന് നല്ലൊരു ബ്ലൗസ്. ഇപ്പോൾ പ്ലെയിൻ സാരി ആണെങ്കിൽ ഒന്നിൽ ആ പ്ലെയിൻ സാരിയുടെ തന്നെ നല്ലൊരു ബോർഡർ വെച്ചിട്ടുള്ള ഒരു ബ്ലൗസ്, അല്ലെങ്കിൽ നല്ലൊരു ഇപ്പം എന്താ പറയുക, നമ്മുടെ കലംകാരി, പിന്നെ അല്ലെങ്കിൽ ഇക്കത്ത്, ഇങ്ങനെ പല പ്രിൻറ്റഡ് നല്ല അല്ലെങ്കിൽ ഫ്ലോറൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഇഷ്ടമാണ്. അപ്പം തന്നെ അതിന് നല്ലൊരു ബ്ലൗസ് എടുക്കണം. പിന്നെ അതിന് സാരി ഫോൾ വേണം. പിന്നെ അതിന് കറക്റ്റ് അണ്ടർസ്കേർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. കാരണം ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആ സാരി നമുക്കൊരു ഉടുക്കേണ്ട ആവശ്യം വരുമ്പം ഇത്രയും കാര്യം നമ്മൾ അതിൻ്റെ കൂടെ വാങ്ങിക്കുകയും അത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ സാരി ഫോൾ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ആ സാരി ഉടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളത് അവിടെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതിനുള്ള പൈസയും കൂടെ കരുതിയിട്ട് വേണം പോകാനായിട്ട്. സാരി പോയി വെറുതെ സാരി വാങ്ങിച്ചിട്ട് വരുന്നു, വീട്ടിൽ വന്നപ്പോൾ നോക്കിയപ്പോൾ ഈ ബ്ലൗസ് ചേരുന്ന, പിന്നെ ഇതിട്ടാലോ എന്ന് ചിന്തിച്ചതിൽ കാര്യമില്ല. കാരണം നമ്മൾ ആ സാരിക്ക് കൊടുത്ത ഓക്കെ അതിന് കറക്റ്റ് ചേരുന്ന ബ്ലൗസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ല എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഇട്ട എഫേർട്ടിനും സ്പെൻഡ് ചെയ്ത പൈസയ്ക്കൊന്നും ഒരു പ്രയോജനം ഇല്ലാതെ പോകും. അതുകൊണ്ട് കഴിവതും നമ്മൾ ഇങ്ങനെയുള്ളത് കുറച്ച് പൈസയും കൊണ്ട് അതിന് ചിലവാക്കി നമ്മൾ അതിന് ചേരുന്ന ബ്ലൗസും ഒരു സാരി ഫോള്, ഒരു അണ്ടർസ്കേർട്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മളതിന് നോക്കി വയ്ക്കണം. പിന്നെ അപ്പോൾ ഈ സാരിയുടെ കാര്യം പറയുമ്പം അതേപോലെ തന്നെയാണ് മെറ്റീരിയലിൻ്റെ കാര്യം. കാരണം നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് വെറൈറ്റികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കൊരു മെറ്റീരിയലൊക്കെ പോയി, കാരണം കുറഞ്ഞ റേഞ്ച് മുതൽ നല്ല കൂടിയ റേഞ്ച് വരെയുള്ള ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പം നമ്മളൊരു മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകുമ്പം അതുപോലെ തന്നെ മെറ്റീരിയലും ഇതുപോലെ തന്നെ, അതായത് നമുക്ക് ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പം നമ്മൾ ഒരാളെയും കൊണ്ട് ഇത് തയ്ച്ചെടുക്കാനുണ്ട്. അപ്പം നല്ലൊരു ടൈലർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു മെറ്റീരിയൽ വില കൊടുത്ത് വാങ്ങിച്ച് അതിന് നിൽക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല മെറ്റീരിയൽ ഒരു ടൈലറിനെ കൊണ്ട് കൊടുത്തിട്ട് ആ ആൾ സ്റ്റിച്ച് ചെയ്യുന്ന അനുസരിച്ചാണ് അത് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി വരുന്നത്. എത്ര വില കൂടിയതാണേലും സ്റ്റിച്ചിങ് ശരിയായില്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്കത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. അപ്പം നമ്മൾ എന്തിനാണ് നമ്മുടെ പൈസ വേസ്റ്റ് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ നല്ല റെഡിമെയ്ഡ് ഡ്രസ്സുകൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ബ്രാൻഡഡ് ആയിട്ട് കിട്ടും, അല്ലാതെ ഉള്ള തുണിക്കടകളിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും. അപ്പം നമ്മൾ ആദ്യം നമ്മളൊരു മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകുമ്പം നമുക്കൊരു നല്ല ടൈലർ ഉണ്ടോ എന്ന് നോക്കി വെച്ചിട്ട് വേണം വാങ്ങിക്കാൻ പോകാനായിട്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ ഞാൻ സാരിക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്കുള്ള കളറുകൾ പിന്നെയും പിന്നെയും വാങ്ങിക്കരുത്. അതായത് ഇപ്പം ചിലർക്ക് പ്ലെയിൻ കളേഴ്സ് മതി, ചിലർക്ക് പ്രിൻറ്റഡ് കളേഴ്സ് മതി, പ്രിൻറ്റഡ് ഡിസൈൻസ് ആണ്, അല്ലെങ്കിൽ ഇന്ന കളർ കോമ്പിനേഷനാണ്, ഓക്കെ അത് 1-2 ഡ്രസ്സിന് ഓക്കെയാണ്. പക്ഷേ പോകുമ്പോഴെല്ലാം അത് തന്നെ നോക്കി പിന്നെയും പിന്നെയും വാങ്ങിയിട്ട് വരല്ല. പിന്നെ നമുക്കുള്ളത് ഇതേപോലെ പോകുന്ന സമയത്ത് നമുക്ക് അതുപോലുള്ള നമ്മുടെ കളക്ഷനിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതാണ് അടുത്തൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുമ്പോഴത്തേന്.
പിന്നെ നമ്മൾ അത് ഓക്കെ. പിന്നെ മെറ്റീരിയലിൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ടൈലർ ആദ്യമേ നമുക്ക് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇതിപ്പം ഫെബ്രുവരിയിലാണ്, നമുക്ക് മാർച്ചിലൊരു ഫങ്ഷൻ വരുന്നുണ്ട്, അതിന് വേണ്ടി നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങി വെക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പോയി. അപ്പം നമ്മളത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് തയ്ച്ച് തന്നെ വെക്കുക. അതായത് നമ്മൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ തയ്ച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതെല്ലാം നോക്കിയിട്ട് വേണം. അതൊരു ഫോർ എക്സാമ്പിൾ ഇപ്പം ക്രിസ്മസിൻ്റെ ടൈമാണ്, ഭയങ്കര തിരക്കാണ്, സ്റ്റിച്ച് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ അത് ആ ആൾ ടൈലറിനോട് കൺഫേം ചെയ്തിട്ട് വേണം നമ്മളത് വാങ്ങി ആ ഒരു ഫംഗ്ഷന് വേണ്ടി റെഡിയാക്കി വെക്കാൻ. നമ്മളിപ്പോൾ ഒരു സാധനം ഇതുപോലെ വാങ്ങിയിട്ട് നമുക്കത് ആ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെറുതെ അല്ല ആ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്ത്. അപ്പം എല്ലാ കാര്യത്തിനും നേരത്തെ നമ്മളൊരു കാര്യം ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭംഗിയായിട്ട് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫംഗ്ഷൻ ആണെങ്കിലും നമ്മളിപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഫാമിലി ഫംഗ്ഷനോ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ആ രീതിയിൽ, അല്ലെങ്കിൽ തന്നെ നമ്മളൊരു തിരക്കില്ലാത്തൊരു കാര്യം ഇടയ്ക്ക് ഇടാനുള്ളൊരു നോർമൽ ഡ്രസ്സാണെങ്കിൽ ഓക്കെ. ഇങ്ങനെയുള്ള ചില കാര്യത്തിന് വേണ്ടി നമ്മൾ ഓണം ടൈമിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ഓണത്തിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു, പക്ഷേ എളുപ്പം കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടത്തില്ല. പിന്നെ നമ്മൾ എന്തിനാണ് എടുത്തത്? അത് ഓണം കഴിഞ്ഞിട്ട് നമുക്കതിന് വലിയൊരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കണക്ക് കൂട്ടി ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ടൈലർ വേണം, മെറ്റീരിയൽ നോക്കി എടുക്കണം, ഓൾറെഡി ഉള്ള കളേഴ്സ് കഴിവതും ഒഴിവാക്കണം. പിന്നെ നമുക്കുള്ളത് ഇതേപോലെ പിന്നെ ഓക്കെ. പിന്നെ നമ്മളിപ്പം ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പലയിടത്തും ട്രാവൽ ചെയ്യുമല്ലോ, അപ്പം നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ വളരെ റീസണബിളായിട്ട് കിട്ടുന്ന കടകളിലൊക്കെ കയറി നോക്കുമ്പോൾ നമുക്ക് നല്ലതാണ്, നമുക്ക് ഇന്ന ഒരു കാര്യത്തിന് നമുക്ക് പിന്നെ ഉപയോഗിക്കാം എന്ന് കണ്ട്, തിരക്കൊന്നുമില്ല, അതായത് എനിക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഇടാനൊന്നുമല്ല, പക്ഷേ ഇതെനിക്ക് ഭാവിയിൽ ഒരു ഗുണമുള്ളൊരു കാര്യമാണ്, വലിയ വിലയില്ലെന്നുണ്ടെങ്കിൽ ഞാനത് വാങ്ങും. എൻ്റെ പല ഡ്രസ്സുകളും, അതായത് നമ്മളിപ്പോൾ ഒരു 3 പീസ് സെറ്റായിട്ട് വാങ്ങിക്കാത്ത ഡ്രസ്സുകൾ, ഇപ്പോൾ കുർത്തി പാൻറ് അങ്ങനെയൊക്കെ നമ്മളിടുന്ന ഡ്രസ്സുകൾ കൂടുതലും ഞാൻ പലതും പല സമയത്ത് വാങ്ങിച്ചായിരിക്കും. ടോപ്പ് ഒരിക്കൽ വാങ്ങിച്ചു, മേ ബി അത് കഴിഞ്ഞൊരു 1 or 2 ഇയേഴ്സ് കഴിഞ്ഞ് വാങ്ങിച്ചൊരു പാൻ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ ഞാൻ മാച്ച് ചെയ്തിടുന്നത്. കാരണം അങ്ങനെ ഒരു എന്നുവെച്ചാൽ ഒരുപാട് തുണി വാങ്ങിച്ച് വെക്കാനല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു തുണി നമ്മൾ കാണുവാണെങ്കിൽ വാങ്ങിക്കുക, അത് സൂക്ഷിച്ച് വെക്കുക, അതിനൊരു നല്ല പാൻറ് കിട്ടുമ്പോൾ അതും ഇതും കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുക. അപ്പോൾ അത് നല്ലൊരു ഇതായിരിക്കും. കാരണം പലതും നമ്മൾ അല്ലാതെ നമ്മൾ പോയി നോക്കി, ഇപ്പോൾ നമ്മൾ ടോപ്പ് നോക്കി അതിൻ്റെ ഒരു പാൻറ് കിട്ടിയില്ല, എന്തെങ്കിലും കിട്ടുന്ന പാൻറ് അതിൻ്റെ കൂടെ ഇടുക, അപ്പോൾ അതിൻ്റെ ഭംഗി അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊന്നും ഒരിക്കലും നമ്മൾ ഭയങ്കര വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് ഒരുപാട് വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മളൊരു നോർമൽ വെയർ കാര്യങ്ങൾക്കാണ്, റെഗുലർ ഇപ്പോൾ ഓഫീസിലിടാനാണെങ്കിലോ അല്ലെങ്കിൽ അല്ലാതെ വെറുതെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലാണ് നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ കിട്ടുന്നതെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇപ്പം ഞാൻ കാണുമ്പം അജ്രക്കെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം നൈറ്റിക്ക് വരെ അജ്രക് മെറ്റീരിയൽ യൂസ് ചെയ്ത് കാണുന്നു. പക്ഷേ അതൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുതുമയില്ല, കാരണം എല്ലാവർക്കും ഉണ്ട്, അത് തന്നെ ഞാനും ഇട്ടിട്ട് തന്നെ. അപ്പം വേറെ രീതിയിൽ എന്തെങ്കിലും നല്ലത് കാണുമ്പോൾ നമ്മളത് ആ രീതിയിലുള്ളത് വാങ്ങിച്ചു വെക്കുന്നു, അതിന് ചേരുന്ന ഇത് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമുക്കൊരു ഐഡിയ വേണം ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതായത് ഇപ്പം പ്ലെയിൻ കളേഴ്സാണ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, അതൊക്കെ നമ്മൾ ഓരോ ഗൂഗിളിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിനുള്ള ഭംഗിയുള്ള രീതിയിൽ അതെങ്ങനെ സ്റ്റിച്ച്, അപ്പോൾ ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിടുക. അല്ലാതെ വെറുതെ ഒരു പ്ലെയിൻ ഡ്രസ്സായിട്ട് ഇടാതെ അതൊക്കെ അങ്ങനെ നോക്കി ചെയ്യുക. ഇപ്പോൾ ലേസ് വെക്കണോ, പിന്നെന്താ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ പ്ലെയിൻ സാരിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേന് കട്ട് വർക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ ആ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ ദുപ്പട്ട ആണെങ്കിലും അത് തന്നെ. അപ്പം നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഇപ്പം സെറ്റായിട്ടാണ് അല്ലാതെ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പാൻറ്, അതിന് ചേരാൻ ദുപ്പട്ട വേണമെങ്കിൽ അത് നോക്കണം, അല്ല സ്റ്റോളാണെങ്കിൽ അത് നോക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർന്ന് നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണ് അതിന് പ്രത്യേക ഭംഗി. ഞാനിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഞാനിടുന്ന ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ടിടുന്നത്, അതെല്ലാം ഞാൻ പല സമയത്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു സെറ്റാക്കിക്കൊണ്ടിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത്. കാരണം പിന്നെ നോക്കുമ്പം നമുക്ക് തന്നെ ഒരു സന്തോഷം, നമ്മൾ ഇങ്ങനെയൊക്കെ ആണല്ലോ
ആ ഡ്രസ്സ് ഇട്ടതെന്നൊക്കെ കാണുമ്പോഴത്തേന്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആക്കാനുള്ള ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു നമ്മളിടുന്ന ഡ്രസ്സുകൾ, നമുക്കുള്ള ആ ഒരു കളക്ഷനാണ്. കാരണം നമുക്ക് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതായത് വില കൂടിയതല്ല, ഒരിക്കലും ഞാൻ അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും നല്ല രീതിയിലും ഭംഗിയുള്ള രീതിയിലും നല്ല വൃത്തിയായിട്ടും നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ആ ഒരു രീതിയിൽ, ഒരിക്കലും എക്സ്പെൻസീവ് ഡ്രസ്സിനോട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ എല്ലാം ഒരു നോർമൽ ഡ്രസ്സുകൾ, പിന്നെ ബ്രാൻഡഡ് ഡ്രസ്സുകൾ, അങ്ങനൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ചിങ്ങിന് പോകുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് ചിലരിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നാട്ടിലോട്ട്, ഇവിടെ നിന്ന് ഇപ്പം നാട്ടിലോട്ട് പോവാണ്. അപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറേ മെറ്റീരിയൽ പല കടയിൽ നിന്നൊക്കെ എടുത്തു ഒരു 10-15 സെറ്റൊക്കെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നു. ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, അതിനകത്ത് വരുന്ന ഒരു ഡ്രസ്സ്, ആദ്യത്തെ ഒരു ഡ്രസ്സ് തയ്ക്കും, അല്ലെങ്കിൽ നമ്മളൊരു അളവ് കൊടുക്കും, എന്തെങ്കിലും അതിനകത്തൊരു മിസ്റ്റേക്ക് വന്നെങ്കിൽ മിക്കവാറും അതെല്ലാം ഒരേപോലുള്ള മിസ്റ്റേക്ക് അതിന് വന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് നമ്മുടെ പൈസയും നമ്മുടെ മെറ്റീരിയലും ചീത്തയാക്കി കളയല്ല. എപ്പോഴും നമ്മൾ നേരത്തെ ആലോചിച്ചിട്ട് ഒരു 2 ഡ്രസ്സ് കൊടുക്കുക, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 കൊടുക്കുക, ആ രീതിയിൽ. അപ്പം തയ്ച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഇട്ട് നോക്കിയിട്ട് അതിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിച്ചു. അപ്പം നമുക്ക് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കറക്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോഴത്തേന് അവർ പറയും അവർക്ക് സമയമില്ല. അപ്പോൾ നമുക്കത് മൊത്തം വേസ്റ്റായി. പിന്നെ അത് കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേന് പകുതി കിട്ടും, പകുതി അടുത്ത വെക്കേഷന് വരുമ്പോൾ വാങ്ങിക്കും. അങ്ങനെ അത് മൊത്തം ഒരു മെസ്സായി. ഇപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ 2-3 വെച്ച് നോക്കി ട്രൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഓക്കെ, അപ്പോൾ അത് മെറ്റീരിയൽ സാരി. പിന്നെ ഉള്ളത് നമ്മുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഇന്ന് ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ. അതിൻ്റെ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നാട്ടിൽ പോയാൽ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിച്ചു, അല്ലെ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചു. സെയിം ഡ്രസ്സ് നമ്മൾ നാട്ടിൽ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെയെങ്കിലും നമ്മൾ അതിട്ടിട്ട് കാണും. അപ്പം നമുക്ക് ശരിക്കും എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിട്ടേക്കുന്ന സെയിം ഡ്രസ്സ് തന്നെ വേറൊരാളിടുന്നു. അത് മാത്രമേ ഉള്ളൊരു റെഡിമെയ്ഡിനുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കൊന്നും അറിയണ്ടല്ലോ. കാരണം നമുക്ക് ഇതുപോലെ വെയിറ്റ് ചെയ്യണ്ട, വാങ്ങിയ ഉടനെ നമുക്ക് ഇടാം, പിന്നെ ഇട്ട് നോക്കിയെടുക്കാം. അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം. ട്രയൽ റൂമിൽ കയറി നിന്ന് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ആർക്കും ഇഷ്ടമല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വാങ്ങിച്ചില്ലെങ്കിലും ഒരു 2 ഡ്രസ്സ് മതിയെങ്കിലും ഞാൻ മിനിമം ഒരു 6 ഡ്രസ്സ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കും. കാരണം അത് കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതെനിക്ക് നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും. അപ്പം ഞാൻ എഴുതി വെച്ചോ നോക്കുവാണ്. ഓക്കെ, അപ്പം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഏതാണ്. അതായത് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇച്ചിരി ലൂസ് ഫിറ്റ് ആയിരിക്കും ഇഷ്ടം. എനിക്ക് മിക്കവാറും എൻ്റെ ഒരു 95% ലൂസ് ആയിരിക്കും. പിന്നെ ചിലത് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാൻ, അത്ര ലൂസല്ല, എന്നാൽ അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് ഫിറ്റാണ് ഇഷ്ടം അത് ആ രീതിയിൽ തന്നെ, അതായത് വേറൊരാളുടെ ഇഷ്ടത്തിനല്ല, നമുക്ക് എന്താണ് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ആ രീതിയിലുള്ള ഡ്രസ്സുകൾ വേണം നമ്മൾ റെഡിമെയ്ഡ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ചിലർ പറയും ഇത് ഒത്തിരി ലൂസാണെങ്കിലും കുഴപ്പമില്ല, ഞാനതിനകത്ത് കംഫർട്ടബിൾ ആണെങ്കിൽ അത്രയ്ക്കും നമ്മളത് ജസ്റ്റ് കേൾക്കുക, അത് കറക്റ്റ് ആണോ നോക്കുക. പക്ഷെ അവർ പറയുന്ന പോലെ എടുത്തിട്ട് വന്നിട്ട് നമ്മളത് യൂസ് ചെയ്യാതെ കബോർഡിൽ വെറുതെ വെക്കുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന ഡ്രസ്സ് നമുക്ക് എപ്പോഴും ഇടാനുള്ള ഒരു ഇഷ്ടം തോന്നിക്കുന്ന ഡ്രസ്സുകളായിരിക്കണം. അത്രയ്ക്കും നമുക്ക് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സുകളെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരാം. അത് ടൈറ്റാണോ, ലൂസാണോ, ക്രോപ്പ് ടോപ്പ് ആണോ, ലോങ് ടോപ്പ് ആണോ, എങ്ങനെയാണെന്നുള്ളതല്ല, നമുക്ക് ഓക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സായിരിക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നത്. പിന്നെ കളറും അതുപോലെ തന്നെ. കളർ ഇപ്പം നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വൈറ്റ് ഷർട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ കുറേ കളക്ഷനും ഉണ്ട്. പക്ഷേ അതെല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ട്. ഒരേപോലെ ഇരിക്കുന്ന വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിഫോം എന്നല്ല അതിന് പറയുന്നത്. അപ്പം അങ്ങനെ അല്ലാത്ത രീതിയിൽ വൈറ്റിൻ്റെ ഒരു കളക്ഷനാണെങ്കിൽ ഓക്കെ, അങ്ങനെ വാങ്ങിക്കുക. പക്ഷേ നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ അവിടെ ചെല്ലുമ്പം ഇന്നതായിരിക്കും. ഇപ്പോൾ ഓഫീസിൽ വിടാൻ ഇങ്ങനെ ആയിരിക്കണം, പാൻറ്റും ഷർട്ടും ഈ ഒരു കോമ്പിനേഷൻ നല്ലതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒരു ഐഡിയ കൊണ്ട് മാത്രമേ നമ്മൾ ആ ഒരു കടയിൽ പോകാവൂ.
എന്നിട്ട് അവിടെ ആ രീതിയിലുള്ള ഡ്രസ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കട. കാരണം റെഡിമെയ്ഡ് ആകുമ്പോൾ നമുക്ക് അപ്പം തന്നെ വാങ്ങി ഉപയോഗിക്കാമല്ലോ. അതിന് നമ്മൾ വെറുതെ എന്നാ പറഞ്ഞ നമ്മൾ ഇഷ്ടമില്ലാതെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പം കളറിനെ പറ്റി ഒരു ഐഡിയ കൊണ്ട് പോവാം. പിന്നെ പാൻറ്റും ടോപ്പുമാണ്, അത് തമ്മിൽ എങ്ങനെ ചേരും. ചിലത് ഭയങ്കര ഒരു, അതായത് നമ്മുടെ ഒരു ഫോർമൽ വെയർ ആണെന്ന് വെച്ചു. നമ്മൾ നോർമലി റെഡിമെയ്ഡ് ഞാൻ ഫോർമൽ വെയർസ്, അതായത് പാൻറ് ഷർട്ട് ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. റെഡിമെയ്ഡ് ചുരിദാർ സെറ്റുകളുടെ കാര്യമില്ല, കാരണം ഞാനത് വളരെ റെയറായിട്ട് എടുക്കാറുള്ളൂ. കൂടുതലും കുർത്തീസ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന അറിയാമല്ലോ, അപ്പം അങ്ങനെ ഞാൻ ഇടാറുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ അധികം ഇടാറുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ ചുരിദാർ സെറ്റുകളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഷർട്ട്, പാൻറ്, അല്ലെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ്, അതായിരിക്കും പറയുന്നത് നല്ലത്. അതേപ്പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ, അതപ്പം നമുക്ക് അത് ആ രീതിയിൽ നോക്കി ഏത് തമ്മിൽ ഏതൊക്കെ ചേരും. ഈ സ്കേർട്ടിനാണോ ചേരുന്നത്, പാൻറ്റിനാണോ, പാൻറ്റിന് ലോങ് ആണോ വേണ്ടത്, ക്രോപ്പ് ടോപ്പാണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ ടീഷർട്ട്സ്. അപ്പം നമുക്ക് പോകുമ്പോൾ ഒരു ഐഡിയ വേണം. കാരണം കടയിൽ ചെല്ലുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങൾ കാണും. ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം എല്ലാം ഈക്വലി നല്ല ഭംഗിയായിരിക്കും. നമ്മൾ മെറ്റീരിയലിന് പോകുന്ന കടയുടെ അത്രയും കളക്ഷൻ റെഡിമെയ്ഡ് കടയിൽ കാണില്ല. പക്ഷെ ഉള്ളതെല്ലാം ഭയങ്കര ഈക്വലി ഗുഡായിരിക്കും. അപ്പം നമുക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത പോലെ ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് വളരെ ഒരു നല്ലതായിട്ട് ആലോചിച്ചൊരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ വേണം അവിടെ പോയി ഡ്രസ്സ് എടുക്കാനായിട്ട്. പിന്നെ അപ്പം അതങ്ങനെ നോക്കണം. സ്കേർട്ട്, ഷർട്ട്, ടീഷർട്ട്, പിന്നെ ലോങ് ഡ്രസ്സ്, പിന്നെ ഷ്രഗ്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നല്ല കോട്ട് ഒക്കെ. അപ്പം നമുക്ക് അത് നോക്കിയിട്ട് നമ്മളത് നമുക്ക് ചേരുന്നതും, പിന്നെ അതിനകത്തും കളർ ചോയ്സ് വരുന്നുണ്ട്. കളർ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അങ്ങനെ. പിന്നെ ഞാൻ എപ്പോഴും നമ്മളൊരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കണം. നമുക്കുള്ളത് അല്ലാത്തത് കൂടാതെ നല്ല പ്രിൻ്റുകൾ. പിന്നെ പ്രിൻ്റാണോ ഇഷ്ടം, സ്ട്രൈപ്സ് ആണോ ഇഷ്ടം, അതൊക്കെ നമ്മളൊരു ആലോചിച്ച് വിട്ട് വേണം നമ്മൾ കടയിൽ പോയി എടുക്കാനായിട്ട്. പിന്നെ ആ കടയിൽ കിട്ടുന്ന എപ്പോഴും ട്രെൻഡിങ് ആയിരിക്കണം. ആ സമയത്ത് ഏറ്റവും ഡിമാൻഡിലുള്ളതും ഭയങ്കര ആൾക്കാർ നോക്കി നടക്കുന്നതുമായ ഡ്രസ്സുകളായിരിക്കുമല്ലോ ഒരു സമയത്ത് കടയിൽ വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളത് അത് നമ്മൾ എടുക്കുക. പിന്നെ പിന്നെ അതിപ്പോൾ ഇപ്പോൾ ഒന്ന് ട്രാവൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രാവലിന് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ചേരുന്ന ഒരു ബാഗ്, അതിന് ചേരുന്ന ഒരു ചെരുപ്പ്, അല്ലെ ഷൂസ്, അതുകൂടെ അതിൻ്റെ കൂടെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം. ഞാൻ അന്ന് ഇങ്ങനെയാണ് പോയത്, നന്നായിരിക്കുന്നു, നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം തോന്നും അങ്ങനെയൊക്കെ ചെയ്യുമ്പം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കണം ഡ്രസ്സുകൾ. ട്രാവൽ ചെയ്യുന്ന കാര്യം റെഗുലർലി നമുക്ക് ഉള്ളതെടുക്കാം. പിന്നെ ഇതിനകത്ത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിടുന്ന ഫുട്വെയർ. അതായത് നമ്മളൊരു ചേരാത്ത ഫുട്വെയർ ഇടരുത്. കാരണം ഒരു ഡ്രസ്സിന് ഏകദേശം മാച്ച് ചെയ്യണം. ഒരു 3-4 പേരെ ചെരുപ്പോ ഷൂവോ ഉള്ളതെന്നുള്ള ഒരു തെറ്റുമില്ല. കാരണം ഇക്കാലത്ത് നമുക്ക് വളരെ വിലക്കുറവ്, പ്രത്യേകിച്ച് നാട്ടിലെ മീഷോ ഒക്കെ ഉണ്ടല്ലോ. മീഷോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നല്ല ചെരുപ്പുകളൊക്കെ കിട്ടും. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 200 രൂപയാവുന്നുണ്ടെങ്കിൽ 200 രൂപയെന്ന് പറഞ്ഞാൽ അതൊന്ന് സ്പെൻഡ് ചെയ്യുന്നൊന്നും ഇക്കാലത്തൊരു തെറ്റല്ല. ഒരു 500 രൂപ ഒരു ചെരുപ്പിനായി അതൊന്നും ഒരു വലിയ വിലയേ അല്ല. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് അതിന് ചേരുന്ന ഒരു ചെരുപ്പ്. ഇപ്പം നമ്മൾ ആരെയും അറിയിക്കാനല്ലോ നമ്മൾ ഈ വില ഇത്രയേ ഉള്ളൂ അല്ലെ വില കൂടിയതൊന്നും അല്ലല്ലോ. നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു ചെരുപ്പ് വാങ്ങി, അല്ലെ ഒരു ഷൂസ് വാങ്ങി, അതും കൂടെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കും. അതിട്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പം നമ്മളൊരു ബഡ്ജറ്റ് ചെയ്തിട്ട് ഇന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നു. അല്ലെ ഇപ്പം നാട്ടിൽ തന്നെ നമ്മൾ മൂന്നാറിൽ പോകുന്നു. അപ്പോൾ പോകുമ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേനും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എടുക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യണം. പിന്നെ നമുക്കിപ്പം എന്നും ചിലരുണ്ട് എന്നും പ്ലെയിൻ കളേഴ്സ്, അല്ലെ സോളിഡ് കളേഴ്സ് എന്ന് പറഞ്ഞില്ലേ, എന്നും അത് മാത്രമേ ഇടുകയുള്ളൂ. പക്ഷെ അതിനകത്തുനിന്നൊന്ന് മാറി ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടും അവരങ്ങനെ കുറേ നാൾ യൂസ് ചെയ്ത് പിന്നെ അത് മാറാതിരിക്കും. നിനക്ക് പ്രിൻ്റ് ഇപ്പം നല്ല ഭംഗിയുള്ള പ്രിൻ്റ് കിട്ടുവാണെങ്കിൽ അങ്ങനെ നോക്കണം. അല്ലെ വേറെ എന്തെങ്കിലും പ്രിൻ്റിൽ തന്നെ ഭയങ്കര വെറൈറ്റി തന്നെ പ്രിൻ്റുണ്ട്. ഇപ്പം തന്നെ ഈ കുഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ ഭയങ്കര വലിയ ഫ്ലവേഴ്സ്. ഇങ്ങനത്തെ ഡ്രസ്സുകളുണ്ട്, ചെറിയ പ്രിൻ്റുള്ള ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സുള്ള, അങ്ങനെ എങ്ങനെയൊക്കെ വേണമെങ്കിലും നമുക്ക് കളറിലും ഡിസൈനിലൊക്കെ ഡ്രസ്സുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം അപ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടും.
എന്തോ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തെന്ന് നമുക്ക് തോന്നും. പിന്നെ പിന്നെ എപ്പോഴും നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഇട്ട് നോക്കിയേ വാങ്ങിക്കാവൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ഡ്രസ്സ് വരണേ 10 എണ്ണം ഇട്ട് നോക്കണം. ട്രയൽ റൂമിൽ കയറി നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കണം. 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിക്കാവൂ. ഇപ്പം നമ്മളൊരു പാൻറ്റും ഷർട്ടും കൂടെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ മാക്സിലൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും മാക്സിൽ നിന്ന് തന്നെ, കാരണം മാക്സ് ഭയങ്കര കോസ്റ്റ്ലി അല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് അവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ കയറുമ്പോൾ ഞാനൊരു 10-15 ഒക്കെ എടുത്തിട്ട് ഞാനും കയറും. അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാം എടുത്തിട്ട് കയറും. കയറി കഴിഞ്ഞിറങ്ങുമ്പോൾ ചിലപ്പോൾ 2-3 മാക്സിമം വാങ്ങിക്കും. പക്ഷെ നമ്മൾ ആ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഫസ്റ്റ് ലുക്ക് നമ്മൾ തന്നെയല്ലേ കാണും നമ്മുടെ കണ്ണാടിയിൽ. അതൊരു ഭയങ്കര ഒരു ഗുഡ് ഫീലിംഗ് ആണ്. അത് നിങ്ങളന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്കിഷ്ടമുള്ള ഇട്ട് നമ്മൾ ആ കണ്ണാടി നിന്നിട്ട് 100% ഓക്കേന്ന് തോന്നുന്ന ഡ്രസ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഇത് കുഴപ്പമില്ല, ഇത് എടുത്ത് നോക്കാം അങ്ങനെ ചിന്തിച്ച് ഒരു ഡ്രസ്സും എടുക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും ആ സന്തോഷം കിട്ടുന്നത് നമ്മൾ ഇട്ട് നോക്കിയാലല്ല. ചിലപ്പം നമ്മൾ അവർ ഡിസ്പ്ലേ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് കൊള്ളുകയില്ല. അങ്ങനെ തന്നെ എനിക്ക് ഒരുപാട്, കാരണം എൻ്റെ ബോഡിയുടെ ഷേപ്പ്, പിന്നെ എനിക്കൊരു ഇതുണ്ട്, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കണം, ആ ഒരു ഫീലിങ്ങിൽ അല്ലെങ്കിൽ ഞാനത് എടുക്കത്തില്ല. കാരണം അതെനിക്ക് പിന്നീട് ഇടാൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കാം. പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു ഐഡിയ വേണം എത്ര രൂപയ്ക്കുള്ളിലുള്ള പർച്ചേസ് ആയിരിക്കും നമ്മളിപ്പോൾ പോയി. ഫോർ എക്സാമ്പിൾ ഇപ്പം ബർത്ത്ഡേക്ക് നമ്മൾ വാങ്ങിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ആരും ഒരു ഒക്കേഷന് മാത്രമല്ലല്ലോ ഡ്രസ്സ് വാങ്ങിക്കുന്നത്. എല്ലാം എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കാത്തവരോ ഇല്ല. അത് ഇപ്പം ഒരു കൂടിയ ഡ്രസ്സ് എന്നുള്ളതല്ല, എങ്ങനെ നോക്കിയാലും ഒരു ഡ്രസ്സിലും എല്ലാവരും വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലെങ്കിലും വാങ്ങിച്ച് ചിലർ തന്നെ തയ്ച്ചിടുന്നവരും ഉണ്ട്. അപ്പം അപ്പോൾ ആ ഒരു ഐഡിയയോടെ കൂടെ വേണം നമ്മൾ പോയിട്ട് വാങ്ങിക്കുകയും ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നവർക്കും ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ പർച്ചേസുകളുണ്ടല്ലോ, ഓഫറുള്ള സമയത്ത് വാങ്ങിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഓഫർ ഉള്ളപ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു 50 ദിറംസിന് കിട്ടുന്ന സാധനം ചിലപ്പോൾ ഓഫറുള്ളപ്പോൾ നമുക്ക് 25 ദിറംസിന് കിട്ടും, അല്ലെങ്കിൽ 30 ദിറംസിന് കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെന്താ കുഴപ്പം? ഡ്രസ്സിന് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവർ പുതിയ സ്റ്റോക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ ആ ഒരു പാറ്റേണിലുള്ളതിൻ്റെ ഒന്നോ രണ്ടോ പീസ് കൂടെ ഉള്ളൂ, ബാക്കി എല്ലാ പീസും സോൾഡ് ഔട്ടായി. അപ്പോൾ ആ 1-2 പീസ് വാങ്ങിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് അവർ ഓഫറിലിടും. അത് ലക്ലി ദൈവാനുഗ്രഹത്തിന് എൻ്റെ സൈസാണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് ആ സെയിം സാധനം തന്നെ എനിക്കങ്ങനെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. നേരത്തെ വാങ്ങിക്കാൻ വെച്ചിട്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ച് പോകും. പിന്നെ എന്തെങ്കിലും മേ ബി ഒരു 6 മാസം കഴിഞ്ഞായിരിക്കും അവിടെ ചെല്ലുമ്പോഴത്തേന് ആ സെയിം സാധനം ഓഫറിലിട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മെറ്റീരിയൽ വാങ്ങിക്കാൻ അല്ലെ ഇതുപോലെ റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നവർ വലിയ തിരക്കിട്ടൊരു പ്രത്യേക ഒക്കേഷന് വേണ്ടി വാങ്ങിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻഡ് ഓഫ് ഇയർ എൻഡ് സെയില്, അല്ലെ റമദാൻ സെയില്, ന്യൂ ഇയർ സെയില്, ഓണം സെയിൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ആ സമയത്ത് പോയി വാങ്ങിക്കാമല്ലോ. നമുക്ക് നല്ലൊരു ഭയങ്കര വില കുറഞ്ഞ് തന്നെ സെയിം നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് ആ സമയത്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പം നിർത്തുന്നതായിരിക്കും നല്ല. കാരണം ഞാൻ നോക്കിയിട്ട് ഒരുപാട് ടൈം ആയെന്ന് തോന്നുന്നു ഞാൻ വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ടത് നിർത്താൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ഒരുപാട് ചിന്തിക്കാതെ തുണികൾ വാങ്ങിക്കാനും തുണി ഇടുന്നവർ, അതായത് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് ഇടുന്നവർക്കും വേണ്ടിയിട്ടാണ്. കാരണം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരിക്കലും ഒരു ഡ്രസ്സ് പോയി ചൂസ് ചെയ്യാൻ അറിയത്തില്ല. അവരുടെ കൂടെ ആരെങ്കിലും വരണം, അവർ ചൂസ് ചെയ്ത് കൊടുക്കണം. അവർ ചൂസ് ചെയ്യുന്നത് ഇവരങ്ങ് ഇട്ടോളും, ഇവർക്കായിട്ട് ഒരു ചോയ്സും ഇല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല അതിനെന്ത് ഹാപ്പിനെസ്സാണ് കിട്ടുന്നതാണ്. അതേസമയം നമ്മൾ തന്നെ പോയി, ഒരാൾ കൂടെ വരുന്നതിലല്ല കുഴപ്പം, പക്ഷെ നമുക്കിഷ്ടമുള്ളത് നോക്കുക, ഇട്ട് നോക്കുക, അല്ലെ മെറ്റീരിയലാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക, അതൊക്കെ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് വേണം. നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ, അതിനകത്ത് നമുക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ആവുമായിരിക്കും. അപ്പോൾ എനിവേ ഞാനിതിവിടെ നിർത്തുവാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.
ഫുൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ബൈ.